We are going to start. Take page number 40. Page number 40. We are discussing our 9th chapter. What is our 9th chapter? A letter to Saroj. A letter to Saroj. That is our 9th lesson. Okay. And page number 40. Let us listen ആണ് ഇനി എടുക്കാനുള്ളത്. ആ let us listen നമുക്ക് skip ചെയ്യാം. അത് എക്സാമിന് വരാത്ത ക്വസ്റ്റ്യൻ ആണ്. Okay, we can skip that. Next, let us speak. Work with a partner. One of you can be Gandhiji, the other can be British officer. You are having a conversation about the salt law. വേണ്ട അതും നമ്മൾക്കത് ക്ലാസ്സിൽ കോൺവേഴ്സ് ചെയ്ത് പറഞ്ഞു നോക്കാനുള്ളതാണ്. ഇപ്പൊ അതിന്റെ ആവശ്യമില്ലെന്നും വേണ്ട. Let us write. Last one. Last question. Let us write. Yes, Amy എന്താ? അൺമ്യൂട്ട് ചെയ്ത് പറയുമോളെ വേഗം. ഏമി. സരോജിന്റെ പാഠം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടായിരുന്നോ? ഇല്ല, ക്വസ്റ്റ്യൻ ആൻസർ തരണം. അത്ര അത് മിസ് ഇന്ന് തരാം. ക്വസ്റ്റ്യൻ ആൻസർ അത് ഇന്ന് തരാം. ലാസ്റ്റ് വൺ. ലെറ്റ് us write. Find about Gandhiji and write 5 sentences on him. Include these points. You have to write 5 sentences about Gandhiji. Okay? നിങ്ങളുടെ ഹോംവർക്ക് ആണ് ഗാന്ധിജിയെ കുറിച്ച് 5 സെന്റൻസ് എഴുതുക. അത്ര വലിയ കാര്യമൊന്നുമല്ല. 5 സെന്റൻസ് ഗാന്ധിജിനെ കുറിച്ച് എഴുതുക. യു ക്യാൻ ഇൻക്ലൂഡ് ദീസ് പോയിന്റ്സ് ആസ് ഹു വാസ് മഹാത്മാ ഗാന്ധി. ആരാണ് മഹാത്മാ ഗാന്ധി? ഹി ഈസ് ദ ഫാദർ ഓഫ് എ നേഷൻ അല്ലേ? ആരാണ്? രാഷ്ട്രപിതാവാണ്. ഹി ഈസ് ദ ഫാദർ ഓഫ് എ നേഷൻ. ദെൻ വേർ വാസ് ഹി ബോൺ? എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? ഓക്കെ, എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? വെൻ വാസ് ഹി ബോൺ? എപ്പോഴാണ് അദ്ദേഹം ജനിച്ചത്? ഈ പോയിന്റ്സ് എല്ലാം ഉൾപ്പെടുത്തി യു ഹാവ് ടു റൈറ്റ് 5 സെന്റൻസസ്, മിനിമം 5 സെന്റൻസസ് അബൌട്ട് ഹിം. ഓക്കെ, അദ്ദേഹത്തിനെ കുറിച്ചിട്ട് 5 സെന്റൻസ് എഴുതുക. ആൻഡ് വി ആർ മൂവിംഗ് ടു അവർ 10th ലെസൺ. ഐ വണ്ടർ. ഓക്കെ, ഐ വണ്ടർ. വണ്ടർ മീൻസ് വാട്ട്? വണ്ടർ, അത്ഭുതപ്പെടുക അല്ലേ? ഓക്കെ, നെക്സ്റ്റ് സഫ. Do you want to say anything? Miss, let us listen. ഏത്? Let us listen. അത് നമ്മൾക്ക് വേണ്ട മോളെ. അത് എക്സാമിന് വരാത്ത ക്വസ്റ്റ്യൻ ആണ്. എക്സാം ഓറിയന്റഡ് ആയിട്ടല്ലേ ഇപ്പൊ ക്ലാസ് എടുക്കുന്നത്. എക്സാമിന് ആ ക്വസ്റ്റ്യൻ വരില്ല, ഷുവർ ആണ്. നെക്സ്റ്റ് let us speak ആണ്. അത് നമ്മൾക്ക് എപ്പോ ചെയ്യാന്നറിയോ? റിവിഷന് ടൈം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ വായിച്ച് ചെയ്യാം. ഇപ്പൊ let us write. You have to write minimum 5 sentences about Mahatma Gandhi. That is your homework. Okay, then take next page. Page number 41. Our 10th lesson. I wonder. Wonder means അത്ഭുതപ്പെടുന്നതാണ് അല്ലേ? Wonder means അത്ഭുതം. Wonder. I wonder means അത്ഭുതപ്പെടുക. Okay, I wonder means എനിക്ക് അത്ഭുതം തോന്നുന്നു. I wonder. Our 10th lesson. I wonder. Write some of your dreams or wishes below. What is your dream? Do you have any dream? നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രീം ഉണ്ടോ? എന്തെങ്കിലും സ്വപ്നം ഉണ്ടോ? Do you have any dream? Yes. Then you have to write about that dream. ഒന്നുകിൽ നിങ്ങളുടെ ആഗ്രഹത്തെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീമിനെ കുറിച്ച്, സ്വപ്നത്തെ കുറിച്ചിട്ട് അവിടെ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് ഇൻഡിവിജ്വൽ ആയിട്ട് എഴുതേണ്ടതാണ്. മിസ്സിന് എഴുതി തരാൻ കഴിയില്ല. ഓക്കെ, മഹാത്മാഗാന്ധിന്റെ ക്വസ്റ്റ്യൻ എന്നൊരു കാര്യം ചെയ്യും. മഹാത്മാഗാന്ധിന്റെ ക്വസ്റ്റ്യൻ മിസ് തരാം. അത് കോമൺ ആയിട്ട് എല്ലാവർക്കും എഴുതേണ്ടതല്ലേ? ഇനി ടേക്ക് ഇറ്റ് ആസ് യുവർ ഹോംവർക്ക്. റൈറ്റ് സം ഓഫ് യുവർ ഡ്രീംസ് ഓർ വിഷസ് ബിലോ. അവിടെ താഴെ എത്ര ലൈൻ ഉണ്ട്? 5 ലൈൻ ഉണ്ട് അല്ലെ? 5 lines are there and you have to write about your dreams or wishes in that lines. നിങ്ങളുടെ ഹോംവർക്ക് എന്താണ്? നിങ്ങളുടെ സ്വപ്നത്തെ കുറിച്ച് അല്ല ആഗ്രഹത്തെ കുറിച്ചിട്ട് ഒരു 4-5 വരെ എഴുതുക. നജ ഫാത്തിമ, sit properly. Okay, I will read that poem. It's a small poem, very little poem, and it's very funny. I wonder how it would feel if I could walk on the ceiling like a fly. Once more. I wonder
how it would feel if I could walk on the ceiling like a fly, or instead of sleeping stretched out flat, slept upside down like a bat. I wonder how I would look if I had bright colored wings like a butterfly, or instead of having a short little nose like an elephant's trunk, mine touched my toes. Okay, that's our poem. Avani, read that poem. I Hmm. wonder who it Hmm. How it would, how how it would feel feel uh, if I hmm. If I could walk on the could walk on the ceiling ceiling like ceiling a fly, uh, or hmm. interesting Okay, I will of read this poem once again. Look at your textbook. ഓരോരുത്തരെ കൊണ്ട് ഞാനിപ്പോ വായിപ്പിക്കുന്നതായിരിക്കും. കേട്ടല്ലോ? Look at your textbook. Shahma V. I wonder how it would feel if I could walk on the ceiling like a fly, or instead of sleeping stretched out flat, slept upside down like a fly, like a bat. I wonder how I would look if I had bright colored wings like a butterfly, or instead of having a short little nose like an elephant's trunk, mine touched my toes. I wonder, എനിക്ക് അത്ഭുതം തോന്നുന്നു. എന്തിന്? If I wonder how it would feel if I could walk on the ceiling like a fly. ഒരു ഈച്ചയെ പോലെ അല്ലെ? Fly means ഈച്ചയാണ് ഇവിടെ. Amani, mute yourself. Okay. Okay, I muted. I wonder how it would feel if I could walk on the ceiling like a fly. അല്ലെ? ഒരു ഈച്ചയെ പോലെ സീലിംഗിന്റെ, അതായത് നമ്മുടെ മുകളില് അല്ലെ, സീലിംഗിന്റെ മുകളിലൂടെ ഒരു ഈച്ചയെ പോലെ നടക്കാൻ കഴിയുമെങ്കിൽ, അല്ലെ, കഴിയുമെന്നത് കുട്ടി ആലോചിക്കാണ്. എനിക്ക് അത്ഭുതം തോന്നുന്നു അല്ലെ, അങ്ങനെ നടക്കാൻ പറ്റിയെങ്കിൽ. I wonder how it would feel if I could walk on the ceiling like a fly. ആ കുട്ടിയുടെ ആഗ്രഹമാണല്ലേ ഇത്. It's a wish to walk on that feeling like a fly. ഒരു ഈച്ചയെ പോലെ അല്ലെ ഒരു ഫ്ലൈയെ പോലെ സീലിംഗിന്റെ മുകളിലൂടെ നടക്കാൻ വേണ്ടി ആ കുട്ടി ആഗ്രഹിക്കുകയാണ് അല്ലെ. She says that I wonder, അല്ലെ, എനിക്ക് അത്ഭുതം തോന്നുകയാണ് എനിക്ക് അങ്ങനെ നടക്കാൻ പറ്റിയെങ്കിൽ. Next, or instead of sleeping stretched out flat, slept upside down like a bat. Bat means what? Which bat? Bat എന്താ? വവ്വാലാണ് അല്ലേ? വവ്വാൽ എങ്ങനെ കിടക്കുക? എങ്ങനെയാണ് ഉറങ്ങുക വവ്വാല്? അപ്സൈഡ് ഡൗണില്, മുകളിൽ നിന്ന് താഴേക്ക് തൂങ്ങി കിടന്നിട്ടല്ലേ ഉറങ്ങുക അല്ലേ? യെസ് ആണല്ലേ. ഇപ്പൊ ഇവര് പറയണേ or instead means പകരം. ജെവിൻ, or instead of sleeping stretched means നിവർന്ന്. നമ്മൾ എങ്ങനെ ഉറങ്ങുക? നിവർന്ന് കിടന്നിട്ടാണ് അല്ലേ? നിവർന്ന് കിടന്നിട്ടാണ് നമ്മൾ ഉറങ്ങുക. ഓക്കെ, അതിന് പകരം stretched out flat, or instead of sleeping stretched out flat, അതായത് നീണ്ടു നിവർന്ന് കിടന്ന് നമ്മൾ ഉറങ്ങുന്നതിന് പകരം ഒരു വാവലിനെ പോലെ മുകളിൽ അപ്സൈഡ് ഡൗണിൽ മുകളിൽ നിന്ന് താഴേക്ക് തൂങ്ങിക്കിടന്ന് ഉറങ്ങാൻ. She wished like that. She wished to sleep like that. ഓക്കെ, ആ കുട്ടി അങ്ങനെ നമുക്ക് ഉറങ്ങാൻ പറ്റിയെങ്കിൽ എന്നതോർത്തിട്ട് അത്ഭുതപ്പെടുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, can you imagine that? അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? No. Then I wonder how I would look if I had bright colored wings like a butterfly,
നെക്സ്റ്റ് കുട്ടി പറയുന്നത്, കുട്ടിയുടെ വിഷയം എന്താണെന്ന് നോക്കുക. ഐ വണ്ടർ ഹൗ ഐ വുഡ് ലുക്ക് ഇഫ് ഹാഡ് ബ്രൈറ്റ് കളേർഡ് വിങ്സ് ലൈക്ക് എ ബട്ടർഫ്ലൈ. ഇനി ഒരു ബട്ടർഫ്ലൈനെ പോലെ നല്ല കളറുള്ള, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള 2 വിങ്സ് എനിക്കുണ്ടെങ്കിൽ എന്നെ കാണാൻ എന്ത് രസമായിരിക്കും അല്ലെ. ഐ വണ്ടർ ടു തിങ്ക് ലൈക്ക് എ ബട്ടർഫ്ലൈ അല്ലെ. ഒരു ബട്ടർഫ്ലൈനെ പോലെ ഞാൻ 2 വിങ്സ് ഒക്കെ, നല്ല കളറുള്ള വിങ്സ് ഒക്കെ വെച്ച് നിൽക്കുന്നത് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. Or instead of having a short little nose, we have a short little nose, right? അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞു മൂക്കാണ് അല്ലെ, നോസ്. നിങ്ങൾ ചെറിയ നോസ് അല്ലേ എല്ലാവർക്കും? ആണ്. എലഫന്റിനോ ട്രങ്ക് ആണ് അല്ലെ. നോക്ക. Or instead of having a short little nose, നോക്കിയേ, ഈ ചെറിയ ഈ മൂക്കിന് പകരം, ഈ ചെറിയ നോസിന് പകരം, instead of having a short little nose like an elephant's trunk, എലഫന്റിന്റെ ട്രങ്ക് പോലെയുള്ള ഒരു മൂക്കാണെങ്കിലോ, എലഫന്റിന്റെ ട്രങ്ക് പോലുള്ള ഒരു മൂക്ക്, അതായത് എന്റെ മൈൻ ടച്ച്ഡ് മൈ ടോസ്. ടോസ് എന്താണ്? കാൽ വിരലുകളാണ് അല്ലെ. എന്റെ കാൽ വിരൽ വരെ എത്തുന്ന, അതുവരെ മുട്ടുന്ന ഒരു വലിയ മൂക്കാണ് എനിക്കെങ്കിൽ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. ഐ വണ്ടർ അല്ലെ. we are having, instead of having a short little nose like an elephant's trunk, mine touched my toes. ടോസ് എന്താണ്? കാൽവിരലുകളാണ്. ബനീറ്റ സൂം ചെയ്തൊന്ന് കുറച്ച്. ബനീറ്റ ഓക്കെ. അത്രയേ ഉള്ളൂ നമ്മുടെ പോയം. ഇറ്റ് ഈസ് എ പോയം റിട്ടൺ ബൈ ലൗറ ആർലോൺ. കുഞ്ഞു മക്കൾക്ക് പഠിക്കേണ്ട പോയാണ്. നിങ്ങൾ കുഞ്ഞു മക്കളല്ലേ, അതുകൊണ്ട് തന്നതായിരിക്കും. ഓക്കെ. This poem has only three question answers. Okay. Do you have any doubt about this poem? ഒരു ഇന്നർ മീനിങ്ങും ഇല്ലാത്ത ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു പോയാണ് അല്ലെ. ആ കുട്ടിയുടെ അത്ഭുതത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. She wondered how it would feel if she could walk on the ceiling like a fly. Okay. I wonder how it would feel if I could walk on the ceiling like a fly. Or instead of sleeping stretched out flat, slept upside down like a bat. I wonder how I would look if I had bright colored wings like a butterfly. Or instead of having a short little nose like an elephant's trunk, mine touched my toes. Okay, Selna, read that poem. It's very simple poem, അല്ലേ? നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? I wonder how it would feel if I could walk on the ceiling like a fly, or instead of sleeping stretched out flat, slept upside down like a bat. I wonder how I would look if I had bright colored wings like a butterfly, or instead of having a short little nose like an elephant's trunk, mine touched my toes. Next, അലൻ മാത്യു. കുറെ നാളായി അലൻ വായിക്കാൻ നിൽക്കുന്നു. I wonder how it would feel if I could walk on the ceiling like a fly. Or instead of sleeping stretched out flat, slept upside down like a bat. I wonder how I would look if I had bright colored wings like a butterfly,
or instead of having a short little nose, like an elephant's trunk, touched my toes. Toes. Okay. Edwin, turn on your video. Shahmavi. പിന്നെ mute ചെയ്തോ. Make it fast. Read that poem. Shahuma. Shahmavi. Make it fast. What are you doing there? എന്താ അവിടെ ചെയ്യുന്നത്? സ്പീഡിൽ വായിച്ച മോളെ. I wonder. Read with me. I wonder. Next, Benita. We can't hear Benita. കേൾക്കുന്നില്ലല്ലോ. റേഞ്ചിന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും. പിന്നെ വായിക്കാമേ. നെക്സ്റ്റ് നിഹാര. Read that poem. How wonder it all I wonder. I wonder how it would feel soul to hold could, if I could. COULD could. Walk on the ceiling like a fly or instead of sleeping stretched out flat slept upside down like a I wonder how would look how the butterfly colored wings like a butterfly or instead of pagaram instead of having a short little nose like an elephant trunks. Mine touched my toes. നെക്സ്റ്റ് ക്ലാസ്സിൽ വായിക്കാൻ പഠിക്കാതെ ആരും വരരുതേ. കേട്ടല്ലോ? ഓക്കെ ഓക്കെ സഫ. I wonder
I wonder how it would feel if I could walk on the ceiling like a fly, or instead of sleeping stretched out flat, slept upside down like a bat. I wonder how I would look if I had bright colored wings like a butterfly, or instead of having a short little nose like an elephant's trunks, mine touched my toes. Thank you. Okay, very good. Take the next page. Take next page. Page number 42. Page number 42. Filling the blanks with the words from the box. Okay? Our side le 3 words കൊടുത്തിട്ടുണ്ട്. Okay, and we have to fill that blanks with suitable words from that box. Okay? Blanks fill cheya. Safa, please mute yourself. First one. If I were a dash, I could walk on the ceiling. In the box we can see first one butterfly, fly, bat. Which is the answer? If I were a fly, right? Fly, F-L-Y, fly. First one, fly. If I were a fly, I could walk on the ceiling. If I were a fly, I could walk on the ceiling. Edwin, do you want to say anything? Yes. കാര്യമുള്ള തന്നെ ആയിരിക്കണേ. എന്തായിരുന്നു? Unmute yourself. Yes. Chocho. I can't hear anything. Can you type it? കേൾക്കുന്നില്ല മിസ്സിന് ഇവിടെ ഒന്നും. Okay, mute yourself. Second one. മോനെ ടൈപ്പ് ചെയ്യൂ, ഇവിടെ ഒന്നും കേൾക്കുന്നില്ല. എഡ്വിനെ, മിസ്സിന് ഇവിടെ ഒന്നും കേൾക്കുന്നില്ല. Okay, second one. If I were a dash, I could sleep upside down. If I were a bat, write bat. If I were a bat, എഴുതിയ മോളെ ജൂലിയറ്റ്. If I were a bat, B-A-T, bat. Then third one. If I were a dash, I could have bright colored wings. If I were a butterfly, I could have bright colored wings. Right? Butterfly. B-U-T-T-E-R-F-L-Y, butterfly. If I were a butterfly, I could have bright colored wings. Right? Butterfly. If I were a butterfly, I could have bright colored wings. Okay. Then answer these questions. Next one, B. Answer these questions. How would the poet sleep if he were a bat? How would the poet sleep if he were a bat? നമ്മുടെ പോയിട്ട് ഒരു ബാറ്റ് ആയിരുന്നെങ്കിൽ എങ്ങനെ ഉറങ്ങിയേനെ? എങ്ങനെ ഉറങ്ങുന്ന പറഞ്ഞത്? എങ്ങനെ ഉറങ്ങുന്ന പറഞ്ഞത്? ആരെ പോലെ ഉറങ്ങുന്ന പറഞ്ഞത്? ആരെ പോലെ ഉറങ്ങുന്ന പറഞ്ഞത്? പറയടൂ. Okay. The poet would sleep upside down if were a bat. The poet would sleep upside down. The poet would sleep upside down if he were a bat. The poet would sleep upside down if he were a bat. ഇപ്പൊ തന്നെ എന്റെ കൂടത്തെ പഠിച്ചോളാം. The poet would sleep if he were a bat. The poet would sleep upside down. That is the answer. The poet would sleep upside down if he were a bat. അല്ലേ? അദ്ദേഹം ബാറ്റ് ആയതിൽ എങ്ങനെ ഉറങ്ങിയേനെ? അപ്സൈഡ് ഡൗൺ, മുകളിൽ താഴേക്ക് ഉറങ്ങിയേനെ. He would sleep upside down if he were a bat. The poet would sleep if he were a
sleep upside down if he were a bat. That is the answer. Right? The poet would sleep upside down if he were a bat. Okay. And which is our second question? How do you think you would look if you had bright colored wings? നിങ്ങൾക്കുള്ള question ആണ്. How do you think you would look if you had bright colored wings? നിങ്ങൾക്ക് നല്ല ചിറകും നല്ല കളറിലുള്ള ചിറകൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നും? ബട്ടർഫ്ലൈ ആണെന്ന് തോന്നും. പിന്നെന്ത് തോന്നും? പറക്കാൻ വേണ്ടി തോന്നും. Then പിന്നെന്തൊക്കെ തോന്നാ? ഓക്കെ, പറഞ്ഞോ റിലു. പിന്നെന്തൊക്കെ തോന്നുന്നു നിങ്ങൾക്ക്? പറന്ന് രസിക്കാൻ തോന്നും. പറന്ന് രസിക്കാൻ തോന്നും. പിന്നെ ഓക്കെ, അത് എഴുതാം, നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം. ഓക്കെ, then third one, what kind of nose would touch your toes? എങ്ങനെയുള്ള നോസ് ആണ് നിങ്ങൾക്ക്? എങ്ങനെയുള്ള നോസ് ആണ് നിങ്ങളുടെ കാൽവിരലിൽ മുട്ടുന്നത്? എങ്ങനെയുള്ള നോസ് ആണോ? A nose like an elephant trunk. A nose is like an elephant trunk would touch my toes. അല്ലേ? A nose like an elephant's trunk. A nose like an elephant's trunk would touch my toes. That is the answer. Okay. Note miss WhatsApp tara. Send tara. Okay. Then what kind of nose would touch your toes? അതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ലേ? നമ്മൾക്ക് അറിയുന്ന ക്വസ്റ്റൻ അല്ലേ? സിമ്പിൾ പോയല്ലേ? വേറെ ഒന്നും എടുത്ത് എഴുതാനൊന്നുമില്ലല്ലോ. ഇല്ല. Then fun with words. Fun with words നോക്കാം. ഇതെല്ലാം സിമ്പിൾ ആയതുകൊണ്ടാണ് എടുത്തു പോകുന്നത്. Fun with words. See, rearrange these letters to form meaningful words. Meaningful words അവിടെ റീഅറേഞ്ച് ചെയ്യാം. അവിടെ കൊടുത്തിരിക്കുന്ന വേർഡ്സ് റീഅറേഞ്ച് ചെയ്തിട്ട് ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റീഅറേഞ്ച് ചെയ്യുക അല്ലേ ഹസ്ന? ഓക്കെ, ഫസ്റ്റ് വൺ FELE. അതെങ്ങനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് പുതിയൊരു വേർഡ് ആക്കാം, ഒരു മീനിങ് വേർഡ് ആക്കാം? ഫീൽ, റൈറ്റ്? ഫീൽ, FEEL, ഫീൽ. ഫീൽ എന്നുള്ള ഒരു വേർഡ് ആക്കാം അല്ലേ? ഫീൽ. വാട്ട് ഇസ് സ്പെല്ലിംഗ് ഓഫ് ഫീൽ? FEEL, feel. And which is the second one? LYF. You can write it as fly, FLY, fly. The second one, fly, fly. And third one, AWLK, that is walk, right? Walk, 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 right? Walk, WALK, walk. And last one, TLAF, that is flat, right? Flat. Safa എഴുതുന്നില്ലേ മോളെ? സഫ എഴുതി കഴിഞ്ഞു. ഓക്കെ, flat, flat. Okay. Okay, then answer this question ഒന്നും കൂടി പറഞ്ഞു നോക്കിയേ. How would the poet sleep if he were a bat? How would the poet sleep if he were a bat? The poet would sleep upside down if he were a bat. Then last question, second one vitte. Last one, which is the last question. What kind of nose would touch your toes? A nose like an elephant's trunk would touch my toes. A nose is like an elephant's trunk would touch my toes. That is the answer. Okay. In next അത്രയും മതി ഇന്നത്തേക്ക്. Filling the blanks with the short forms of these words. നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാടോ. ഗ്രാമർ പോർഷൻ അല്ലേ? ഇല്ലേ, അതും കൂടി വേണമെങ്കിൽ നമുക്കിപ്പോ തീർക്കാം. Are you ready? No. അല്ലേ?
We have remaining 7 minutes. 7 minutes ഉണ്ട് ബാക്കി. ഓക്കെ, കുറെ നാളായിട്ട് ഇപ്പം ഇംഗ്ലീഷിന്റെ ക്ലാസ് തന്നെയല്ലേ അല്ലേ? മടുപ്പാണ് ഇംഗ്ലീഷിന്റെ ക്ലാസ്. ആണ് കൈസ്, ആണ് കൈസ്. Okay. Read that poem, Rilu. Jwel and Jomal. Where is Jomal? Jwel? Okay. I can see you. How are you? Suganoda? Okay, Rilu, start. I wonder how it would feel if I could walk on the ceiling like a fly, or instead of sleeping, stretched out flat. Stretched out flat. Slept upside down like a bat. I wonder how I would look if I had breathed colored wings like a butterfly, or instead of having a short little nose like an elephant's trunk, men touched my toes. Okay, next. Najah Fatima. I wonder who it would be if I walked on the ceiling like a fly, or instead of sleeping, stretched out flat. Sleep you upside down. Stretched upside. I wonder who I would look if I had bird-colored wings like a butterfly, or instead of having a short little nose like a elephant's trunk. Mine. Touched Touched my toes. Toes. Okay. That's enough for today. Shall we wind up the class? Shall we wind up the class? Yes. Benita became very happy by hearing that. Okay. See you in the next class. Bye.